ഉപനിഷത്തുകളും വേദങ്ങളും വായിച്ചു പഠിച്ച് ബ്രഹ്മജ്ഞാനം നേടി ഒരു സാധാരണക്കാരന് അവന്റെ ജീവിതം അർത്ഥപൂർണമാക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നും വേദവ്യാസൻ രചിച്ചതാണത്രേ മഹാഭാരതം. ഇഹപർവം എന്നറിയപ്പെടുന്ന 18 ഭാഗങ്ങൾ, 2019 അധ്യായങ്ങൾ, 1,00,000 ശ്ലോകങ്ങളും 20ഓളം ഗദ്യഭാഗങ്ങളും അടങ്ങിയ വ്യാസ മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത് യതി ഹസ്തി തദന്യത്ര യനഹസ്തി ന തക്വചിത്. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് മറ്റെല്ലായിടത്തും നമുക്ക് കാണാനാകും, പക്ഷേ ഇതിലില്ലാത്തത് മറ്റെവിടെയും നമുക്ക് കണ്ടെത്താനാകില്ല. അത് തന്നെയാണ് സത്യവും. ഒരു മനുഷ്യജീവിതത്തിലെ എല്ലാ നന്മയും തിന്മയും നിറഞ്ഞവരാണ് മഹാഭാരതത്തിലെ ഓരോരുത്തരും. ഒരു വിശുദ്ധ പരിവേഷത്തിനപ്പുറം ഒരു ഗ്രേ ഷെയ്ഡ് എല്ലാവരുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ കഥകൾക്കും പല വശങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരേ കഥയിലെ 2 കഥാപാത്രങ്ങൾക്ക് 2 വ്യത്യസ്ത കഥകളാവും പലപ്പോഴും പറയാനുണ്ടാവുക. എന്നാൽ നാം കാണുന്നത്, നാം അറിയുന്നത് മിക്കപ്പോഴും ഒരു കഥയിലെ ഒരു കേന്ദ്ര കഥാപാത്രത്തിന്റെ കണ്ണിലൂടെ അവരുടെ മാത്രം കഥയായിരിക്കും. അങ്ങനെയാണെങ്കിൽ മഹാഭാരതം എന്ന ഇതിഹാസ കാവ്യത്തിൽ എത്ര ആയിരം കഥകളുണ്ടാകാം? പറഞ്ഞു വന്നത് ആത്രേയകത്തെക്കുറിച്ചാണ്. മഹാഭാരതം എന്ന ഇതിഹാസത്തിൽ നിന്നും വലിച്ചു കീറിയ ഒരേടാണിത്. ചതിയുടെയും സ്നേഹത്തിൻ്റെയും നിസ്സഹായതയുടെയും ഒക്കെ കറപുരണ്ട ഒരേട്. ഇവിടെ കൃഷ്ണനും അർജുനനുമെല്ലാം നിരമിത്രന്റെ കണ്ണിലൂടെയുള്ള കാഴ്ചകൾ മാത്രമാണ്. കഥ പാഞ്ചാല രാജകുമാരനെന്നോ രാജകുമാരിയെന്നോ വിശേഷിപ്പിക്കാനാവാത്ത ക്ലീബയുടേതാണ്. വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന അവൻ്റെയും അവൻ്റെ ഉള്ളിലെ അവളുടെയും നിസ്സഹായതയുടേതാണ്. കണ്ണു തുറന്നാൽ നമുക്കിന്നും കാണാൻ കഴിയും. കയറിച്ചെല്ലാൻ ആത്രേയകമെന്നൊരു പിതൃഭൂമിയില്ലാത്ത, ആണെന്നും പെണ്ണെന്നുമുള്ള സാധാരണയിൽ അസാധാരണമായി പോയ ഒരു നിരമിത്രനെയോ നിരമിത്രയെയോ ഒരു കേന്ദ്ര കഥാപാത്രത്തെ ചേർത്ത് പിടിക്കുന്ന അതേ സ്നേഹത്തോടെ അവരിൽ എത്ര പേരെ നമുക്ക് ചേർത്ത് നിർത്താനാകും? ഒരു ഇലയും ഒരു ചൂടകനും വേണ്ട, നിന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നുവെന്ന് പറയാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിയും? ഒരിക്കൽ കയറിയാൽ നമ്മൾ കുറച്ചു നാളത്തേക്കെങ്കിലും പെട്ടുപോകും ആത്രേയകമെന്ന ഈ കാട്ടിൽ, നിരമിത്രന്റെ നിസ്സഹായതയിൽ. പാഞ്ചാല രാജ്യത്തിലെ മഹാരാജാവായ ദ്രുപദന്റെ ഒരേയൊരു പുത്രനായ നിരമിത്രന്റെ വിവാഹം ദശാർണത്തിലെ രാജകുമാരിയുമായി നടക്കുന്നു. അന്ന് രാത്രി തന്നെ ഉലിയിൽ ഊതിക്കാച്ചിയ പൊന്ന് വെള്ളത്തിൽ താഴ്ത്തിയെന്ന പോലെ തണുത്തുറഞ്ഞ് രാജകുമാരി തന്റെ രാജ്യത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അതിനെ തുടർന്ന് ഒരമ്മയ്ക്കും മകനും സഹിക്കാനാവാത്ത ഏറ്റവും വലിയ അപമാനവും വേദനയും തന്ന തന്റെ രാജ്യവും ലോകവും തന്നെ ഉപേക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ട നിരമിത്രനെ സ്വീകരിക്കുന്ന ആത്രേയകം എന്ന പിതൃരാജ്യം. ഇതിന്റെ എല്ലാം കാരണങ്ങളും ഇതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ആത്രേയകം എന്ന ഈ നോവൽ പറഞ്ഞു വയ്ക്കുന്നത്. ആർ രാജശ്രീ ടീച്ചർ എഴുതിയിരിക്കുന്ന ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മാതൃഭൂമി ബുക്സ് ആണ്. 450 രൂപയാണ് വില.